ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാബൂളി പുലാവ് അഥവാ അഫ്ഗാനി പുലാവാണേ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. മട്ടൺ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് 1.5 കപ്പ്. ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുണ്ട് 1/2 കപ്പ്. ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും ഒരു ബേ ലീഫും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മീറ്റ് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് എല്ലോട് കൂടിയ പീസ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഈ മീറ്റിൻ്റെ കളറ് ഒന്ന് ചേഞ്ചായി വരുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഷാജീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ മീറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അതവിടെ ഇരുന്ന് കുക്കാവുന്ന ടൈമിന് നമുക്ക് ക്യാരറ്റും റൈസിൻസും ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യമേ ഒരു പാൻ വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. ക്യാരറ്റ് ഓൾമോസ്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബ്ലാക്ക് റൈസിൻസ് ആഡ് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് ഈ ഒരു ടെക്സ്ചർ വരുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പ്രഷർ കംപ്ലീറ്റ് റിലീസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മീറ്റ് വേറെ, സ്റ്റോക്ക് വേറെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എനിക്ക് 1 കപ്പ് സ്റ്റോക്കേ കിട്ടിയിട്ടുള്ളൂ. ബാലൻസ് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയാണ് എടുത്തേക്കുന്നത്. ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം 7 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് എന്തായാലും നോക്കാം. വെള്ളമെല്ലാം ലെവലായി. റൈസ് ഓൾമോസ്റ്റ് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇപ്പോൾ വഴറ്റി വെച്ചേക്കുന്ന ക്യാരറ്റും റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ജാതിക്കയുടെ പൊടി ഒരു നുള്ള് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്ത് നോക്കാവുള്ളൂ. നമ്മുടെ ഡിഷ് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ടോപ്പിങ്സ് ഒക്കെ ഒന്ന് മാറ്റി റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസൊക്കെ വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ഡിഷാണ്, സിമ്പിളാണ്.